അപ്പ ഭുവനേശ്വര തിരുമേനി, നാം എന്താ ഈ കെട്ടിരിക്കണേ? ഒരെത്തും പിടി കിട്ടുന്നില്ലല്ലോ. നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചു പോന്ന സമ്പ്രദായങ്ങള് ആ നസ്രാണിയുടെ വാക്കും കേട്ട് ഉപേക്ഷിക്കുക കഷ്ടം. തിരുമേനി കോപിക്കണ്ട, ഞങ്ങള് വേണ്ടത്ര ആലോചിച്ച് തന്നെയാ തീരുമാനിച്ചിരിക്കണേ. എന്തോന്ന്? ആ നസ്രാണിയുടെ വാക്കും പ്രവൃത്തിയും സത്യം തന്നെയാ. അയാളാണ് ശരി. സ്നേഹിക്കാനും സേവിക്കാനും ക്ഷമിക്കാനും പഠിപ്പിച്ച് ഒറ്റ ദൈവമുള്ളൂ. അത് നസ്രായനായ യേശുദേവൻ തന്നെയാ. അപ്പ നോമും അപ്പന്റെ പക്ഷത്താണ്. തിരുമേനി വല്ലാതെ കോപിച്ചിട്ടൊരു കാര്യമില്ല. ഓ അത് ശരി, രണ്ടുപേര് ഇറങ്ങി തിരിച്ചിരിക്കുക കൊലം മുടിപ്പിക്കാൻ. നിന്നെ ദേഹോത്യം ഏൽപ്പിച്ചവനല്ലേ ആ വരത്തൻ തോമ. എന്നിട്ടും എന്നെ തൊട്ടിട്ട് പോലും ഇല്ല. കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ബോധിയായി. അല്ല, എന്തിനാ ഇപ്പൊ വിളിപ്പിച്ചേ? അറിഞ്ഞാ കൊള്ളായിരുന്നു. ഇതറിയാൻ തന്നെ വിളിപ്പിച്ചേ. കാര്യങ്ങളുടെ പോക്ക് അത്ര ഭംഗിയല്ല. നോം വേറെ വഴി നോക്കുന്നുണ്ട്. അവിടെ നിക്ക. എന്തായേ? കരയാണ്ട് കാര്യം പറ. എനിക്ക് പോണം. ഇങ്ങോട്ട് മാറി നിൽക്ക. ഇങ്ങോട്ട് മാറ്റി നിർത്തുക. ആരാ നീ? നീ ആരാന്നാ ചോദിച്ചത്? നീ ആരാണെന്നാ ചോദിച്ചത്? എനിക്ക് പറയാൻ മനസ്സില്ല. മനസ്സിലെന്നോ? ഇത്രയ്ക്ക് ധിക്കാരം. ശങ്കരപുരി ബ്രഹ്മചന്ദ്ര ചോദിച്ചേ, ആരാ നീ? എനിക്ക് പറയാൻ മനസ്സില്ല. അത്രയ്ക്കായും കണ്ടിട്ട് തന്നെ അരവിന്ദ. ഇത് രണ്ടാമറ്റമാണ്. എന്റെ മോൻ രക്ഷിക്കണം. എന്റെ കുട്ടിയെ ഇപ്പൊ എന്താ പറയാ? മുന്തിയെന്നാണ് തോന്നണേ. ഇപ്പൊ ചാവാറോളം തല്ലും തൊഴിയും തുടങ്ങും. ബാധൊന്നും അടങ്ങൂന്നല്ലാണ്ട് ഒഴിഞ്ഞിട്ട് പോവില്ല. നമ്മള് കൊടിയ ദേഹദണ്ഡനം തുടങ്ങുന്നതിന് മുമ്പ് തോമാസിക വന്നെങ്കിൽ ബാക്കിയായി. എല്ലാവരും ഒന്നും ആരാ? സർവശക്തനായ കർത്താവേ, യേശുവേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു. അങ്ങയുടെ ശിഷ്യനായ തോമാശ്രീയായി ഒന്ന് ഇവിടെ വരുന്നോ? ഈ കുഞ്ഞുമോളെ തല്ലിക്കൊല്ലുന്നത് കാണാൻ വയ്യ. യേശുവേ, അപരദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിടിച്ചു പുറത്തവനേക്കാൾ മുന്നേ പോവാൻ നോക്കാം. എന്നെ കൊണ്ട് അധികം ചെയ്യിക്കാണ്ട് ആരാച്ച പറഞ്ഞ് വേഗം ഈ ശരീരത്തിൽ ഒഴിഞ്ഞു പോ. ഇല്ല, ഞാൻ പോവില്ല. ഇവിടെ കൊണ്ട് ഞാൻ പോവും. എങ്കിലതൊന്ന് കാണട്ടെ. ഇവിടെ ദേഹത്തിൽ ഒഴിഞ്ഞു പോ. ഒഴിഞ്ഞു പോവാനാ പറഞ്ഞത്. ഇവരുടെ ദേഹത്ത് ഒഴിഞ്ഞു പോവാനാ പറഞ്ഞത്. ഒഴിഞ്ഞു പോവാനാ പറഞ്ഞത്. വേണ്ട.
സഹോദര, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ഈ കുഞ്ഞിനെ നിർദാക്ഷിണ്യം തല്ലിയാൽ ദുഷ്ടശക്തികൾ ഒഴിഞ്ഞു പോകുമെന്നാണോ? തന്നപ്പോ ഇവിടെ ആരെ ക്ഷണിച്ച് തന്റെ ഉപദേശം ഇവിടെ വേണ്ട. ബാധ എങ്ങനെ ഒഴിപ്പിക്കാന്ന് ഞങ്ങൾക്കറിയാം. ഒഴിച്ചു പോവാനാ വേണ്ട വേണ്ട ദത്തന്തിരിമേനി നിർത്തുക. ദേവോപദ്രം ഏൽപ്പിക്കാനെന്ന് പറഞ്ഞില്ലേ? എന്റെ ഇല്ലത്ത് വന്ന് എന്നോട് കൽപ്പിക്കുന്നു. സമ്പ്രദായം അനുസരിച്ച് മാറ്റാവേദം നെഞ്ചേറ്റാൻ ഇത് 14 കാളിയങ്കാവോ അല്ല, ശങ്കരപുരിയ ബ്രഹ്മദത്തന പൂരിയ പറയണേ. കലകം വേണ്ട സഹോദര. മോളെ, അസാണി തോമ, ഇത് കളി വേറെയാണ്. കൂടുവിട്ട് കൂടുമാറുന്ന സ്വഭാവം ബാധകൾക്കുണ്ട്. പുരുഷന് ബാധ കയറിയാലേ ഒഴിപ്പിക്കാൻ എളുപ്പമല്ല, മരണം നിശ്ചയം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. മകളെ, എഴുന്നേൽക്കൂ. ഇവളെ എഴുന്നേൽപ്പിക്കൂ. അമ്മേ അമ്മേ മോളെ, എന്റെ മോളെ. ഇവളുടെ സംബന്ധം നിശ്ചയിച്ചിരുന്നു. ഇവളേക്കാൾ 50 വയസ്സിന് പ്രായമുള്ള വൃദ്ധനുമായി അല്ലേ? തമ്പുരാൻ അനുസരിക്കാതെ നിവൃത്തിയില്ല. നേരായ വേടിയുമല്ല. തിരുമേനിക്കെതിര് പറഞ്ഞാൽ പിന്നെ നിത്യദുരിതം അല്ലേ? ദത്തതിരുമേനി, മാറ്റേണ്ടത് ഈ സമ്പ്രദായങ്ങളെയാണ്. യൗവനത്തെത്തുമ്പോഴേക്കും വൈദ്യകം പേറേണ്ടി വരും എന്ന് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും നിത്യദുഃഖത്തിലേക്ക് ഈ പാവങ്ങളെ തള്ളിവിടുന്നു. തൻ്റെ വരാനിരിക്കുന്ന ദുര്യോഗം ഇവളും അറിഞ്ഞിരിക്കുന്നു. ഒറ്റയ്ക്ക് കാവിൽ പോയി കരഞ്ഞപേക്ഷിക്കുന്നു. ഇവൾ അബലഹൃദയരിലും അധമരിലേക്കുമാണ് ദുഷ്ടശക്തികൾ ചേക്കേറുന്നത്. കുഞ്ഞെ, ഇനി നിന്നെ ഒരു ദുഷ്ടശക്തിക്കും കീഴടക്കാനാവില്ല. കർത്താവിൻ്റെ അനുഗ്രഹം നിനക്കെന്നും ഉണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.